ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ടൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഗൂഗിൾ പേയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഗൂഗിൾ പേയുടെ ഹോം പേജിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്കൊരു ഹോം ഐക്കൺ കാണാൻ സാധിക്കും. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ നേരെ പ്രൊഫൈലിലേക്കാണ് പോകുന്നത്. അത് ഇപ്പോൾ ഓപ്പണായി വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് പേയ്മെൻറ്റ്സ് മെത്തേഡ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മൾ ഏതൊക്കെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ ബാങ്ക് അക്കൗണ്ട് മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. അവിടെ റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിലായിട്ട് 3 ഡോട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ 4-5 ഓപ്ഷൻസ് ഇവിടെ വരും. അതിൽ മൂന്നാമതായിട്ടുള്ള റിമൂവ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ വേണം നമ്മൾ ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് ഓൾ UPI ID അസോസിയേറ്റഡ് വിത്ത് ബാങ്ക് അക്കൗണ്ട് വിൽ ബി ഡിലീറ്റഡ്. അതായത് ഈ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള എല്ലാ UPI IDകളും ഡിലീറ്റ് ആവുന്നതാണ് ഇതിനോടൊപ്പം. അപ്പോൾ കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ റിമൂവ് ആവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലെയുള്ള വീഡിയോയ്ക്കായി ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.